നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 139ാം ജന്മദിനം നമ്മുടെ DCC പ്രസിഡന്റ് ജോസ് വെള്ളുരുത്തി സംസാരിക്കുന്നതായി. പ്രിയപ്പെട്ട നേതാക്കളെ, നല്ലവരായ സൗഹൃദവന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ 139ാം ജന്മദിനാഘോഷങ്ങൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. മഹത്തായ ഒരു പൈതൃകത്തിന്റെ, പാരമ്പര്യത്തിന്റെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യശക്തികളെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹത്തായ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുന്നതല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിർഭാഗ്യവശാൽ രാജ്യം ഇന്ന് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ട ഗതികേടിലാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സംഘപരിവാർ ശക്തികൾ നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയവൽക്കരിക്കപ്പെടുകയും അസ്വസ്ഥതകൾ ഉണ്ടാവുകയും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഏറ്റവും മോശകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയുള്ള ഇല്ലാത്ത സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകരുമുണ്ട് എന്ന കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന കാലത്തിന്റെ തിരിച്ചറിവ് മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. മഹാത്മജിയെ പോലെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ പോലെ, മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള, ഭഗത് സിംഗിനെ പോലെയുള്ള ധീരദേശാഭിമാനികളായ നേതാക്കന്മാർ അവരുടെ ജീവൻ കൊണ്ട് നടത്തിയൊട്ടിയ മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഓരോ കണ്ണികൾ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി അതിശക്തമായ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ, ഈ രാജ്യം നിലനിർത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നാളുകളിലെ പോരാട്ടങ്ങളിൽ യോജിച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും 139ാം ജന്മദിനാഘോഷത്തിന്റെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംശ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ जागे तब शुभ आशीष मागे आगे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जिंदाबाद वंदे मातरम।
National Congress Zindabad. 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 ആരെങ്കിലും സ്കൂട്ടറിനെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് ജന്മദിന സന്ദേശം നൽകുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ഏറ്റവും ആദരണീയനായ എനിക്ക് തരമില്ല അമർഷൻ അവിടെ ക്ഷണിക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അംഗങ്ങളാകുക എന്നത് അഭിമാനകരമായ ദേശമേധാവിനെ സന്ധിയില്ലാതെ സമരം ചെയ്ത് രക്തസാക്ഷികളായ നിരവധി നേതാക്കൾ അറിയപ്പെടുന്നതുമായ അവരുടെ ഓർമ്മയ്ക്ക് ഞാൻ ആദരാഞ്ജലി കോൺഗ്രസ് രാജ്യത്തിന് ചെയ്ത കാര്യങ്ങൾ നിരവധിയാണ്. അത് എണ്ണി പറയാൻ പ്രധാനമായും കോൺഗ്രസ് പ്രസ്ഥാനം നാടുന്നത് ജനാധിപത്യമാണ്, മതേതരത്വമാണ് എന്ന കാര്യം നമ്മൾ ആ രണ്ട് അമൂല്യ ഗുണങ്ങൾ നാശപ്പെടുത്താൻ സംഘടിതമായ ശ്രമം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ചെറുക്കാൻ 138 ജന്മദിനത്തിൽ 19ാം ജന്മദിനത്തിൽ ആവേശപൂർവം കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റായി പ്രവർത്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസ് കുടുംബാംഗങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ അഭിമാനത്തോടു കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നത്. ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഈ രാജ്യം സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എന്ന് മാത്രമല്ല, ഇന്ത്യക്കൊരു സംസ്കാരവും ഇന്ത്യക്കൊരു സാമൂഹ്യ ജീവിത ക്രമവും ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള സൗഹാർദ്ദത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാം, ഐ എം എ കോൺഗ്രസ് മാൻ എന്ന് പറയാം. ഇത് 140ാം ജന്മദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിലേക്ക് 140ാം ജന്മദിനം ആഘോഷിക്കുന്ന 2024 ഡിസംബർ 28ാം തീയതിക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ മതേതര സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുന്നതിന് ഈ 139ാമത് ജന്മദിനത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രതിജ്ഞ എടുക്കാം. ഞാൻ എന്റെ ബൂത്തിൽ, ഞാൻ എന്റെ വാർഡിൽ, ഞാൻ എന്റെ പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സന്ദേശവാഹകനാകും എന്ന് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി കൂടിയുള്ള സമയമാകട്ടെ എന്നുകൂടി ആശിച്ചുകൊണ്ട് എല്ലാവർക്കും കോൺഗ്രസ് ജന്മദിന ആശംസകൾ നേരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനത്തിൽ ഒത്തുചേരാനും സാഗർ സമരത്തിന് വേണ്ടി നടപടിയ രക്തസാക്ഷികളെ ഓർക്കാൻ, നേതാക്കളെ ഓർക്കാനുള്ള അവസരം ലഭിച്ചതിൽ വീണ്ടും തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഈ അവസരം
വേണ്ടി DCC വൈസ് പ്രസിഡന്റ് ശ്രീ CO ജേക്കബ്. അധ്യക്ഷൻ ബഹുമാനിയായ നേതാക്കളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139 ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ധന്യമായ ചടങ്ങിൽ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനായ ജോസ് മുള്ളൂരിനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട തേറമ്പിൽ രാമകൃഷ്ണൻ അവർക്കും TN പ്രതാപൻ MPക്കും TV ചന്ദ്രമോഹനും DCC വൈസ് പ്രസിഡന്റുമാരായ ശ്രീ IP പോൾ, ഡോക്ടർ വിജി ജസ്റ്റിൻ, മറ്റു DCC ഭാരവാഹികൾ, മറ്റു മുഴുവൻ കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകരെയും മഹിളാ കോൺഗ്രസ് നേതാക്കളെയും കൃത്യമായി ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പ്രത്യേകിച്ച് സർവ്വതാളും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.